ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഹീസ് ഫുഡ് വേൾഡ്. നമുക്കിന്ന് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാം. അപ്പം ഞാൻ എന്തൊക്കെ ചേർക്കുമെന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ആഡ് ചെയ്യാം. ഏകദേശം 1 ടീസ്പൂൺ നെയ്യേ ഞാനിതിൽ ചേർക്കുന്നുള്ളൂ. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രാമ്പു, പട്ട, ഏലക്ക ഇത് 3 മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഏകദേശം ഒരു കൈപ്പിടി അളവിന് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഏകദേശം ഒരു 3/4 കിലോയിൽ കൂടുതൽ സവാളയുണ്ട്. വലിയൊരു 5 സവാള അത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴണ്ട് മൂത്തൊന്നും പോകണ്ട, ചെറുതായിട്ട് വഴട്ടാം. ഒരു 5 സെക്കൻഡ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഒരു 10 പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു നല്ല 2 കുടം വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്, അരച്ചതല്ല ചതച്ചതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ സവാളയുടെയൊക്കെ ഒന്ന് പച്ചമണം മാറി, വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറി വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ എല്ലാം പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് പുതിനയില, മല്ലിയില, കറിവേപ്പില, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില 3 ഇട്ട് കൊടുക്കാമേ. ഇതും കൂടെ ചേർത്ത് നമുക്കിനി ഇതിനെ ഒന്ന് വഴറ്റാം. നല്ല 2 വലിയ തക്കാളി അരിഞ്ഞെടുത്തതാണ്. ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുക്കാമേ. അത് നമുക്കിതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഈ തക്കാളി നമുക്ക് നല്ലതുപോലെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞു വരണം. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഈ തക്കാളിയെ നന്നായിട്ട് ഉടച്ചെടുക്കാം. നന്നായിട്ട് ഉടഞ്ഞു വന്നതിന് ശേഷം ഏകദേശം നന്നായിട്ട് തക്കാളി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 2.5 കിലോ കോഴി, അതായത് ഏകദേശം ഒരു 2 കിലോ മീറ്റുണ്ട്. അത് നമുക്കിതിനേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയും ചിക്കനും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ മസാലയുടെ ആ പച്ചമുളകിൻ്റെ എരിയും ആ സവാളയെല്ലാം ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആവുന്നതും വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതുവരെ മസാലയിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം നമുക്ക്. ഇനി ഇതിനെ വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ചിക്കനെ നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് ഈ മഞ്ഞൾ എരിയെല്ലാം ഇതിനകത്ത് പിടിക്കാം. ചിക്കൻ്റെ വെള്ളം ഇറങ്ങും വരെ ഒന്ന് വെക്കാം. ഇതുപോലെ ചിക്കൻ്റെ വെള്ളം എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. ഇതിനകത്ത് നമുക്കിനി നല്ല മുരിയ വറുത്ത് വെച്ച സവാളയാണ്. ഇത് നമുക്ക് ഏകദേശം ഒരു 4 സവാള, ഞാൻ വലിയ 4 സവാള വറുത്തെടുത്തേ. അതിൻ്റെ ഒരു പകുതി കൂടുതൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് യഥാർത്ഥത്തിൽ ബിരിയാണിയുടെ ടേസ്റ്റ് കൂട്ടുന്നത്. ഇതിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. നന്നായിട്ട് ഇളക്കി അതിനെ യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഞാൻ തന്നെ തയ്യാറാക്കിയ മസാലയാണ്. ഏകദേശം ഒരു 5 പിരിയമുളകല്ല, നമ്മുടെ എരിയുള്ള മുളകാണ്. അതും 1 ടേബിൾ സ്പൂൺ മല്ലിയും ഗ്രാമ്പു, ഏലക്ക, പട്ട എല്ലാം കുറേശ്ശെ എടുത്ത് ഒരേ അളവിനെടുത്ത് പൊടിച്ചതാണ്. അതിൻ്റെ ഒരു 2.5 ടേബിൾ സ്പൂൺ മസാലയുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയും ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാമേ. ഭയങ്കര മണമാണ്. ഏലക്ക ഇപ്പോൾ എല്ലാം ഒരേ അളവിലെടുത്തതാണ്. ആ ഒരു 5 ഏലക്ക, 5 ഗ്രാമ്പു, 5 ചെറിയ കഷ്ണം പട്ട, ഞാൻ ജാതിപത്രിയും ചേർക്കുമേ, അതുകൂടെ ചേർത്തതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, വെള്ളം ചേർക്കത്തില്ല. എല്ലാവരും ഞാൻ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അതും ടേസ്റ്റ് കൂട്ടാൻ നല്ലതാണ്. അത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിനകത്ത് ഞാൻ വേറെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. ഈ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഇതിന് മുന്നേ ചിക്കൻ്റെ വെള്ളത്തിലാണ് ഇത് വെന്ത് വന്നത്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇനി നമുക്കിതിനെ ഒരു
10-15 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ചെറിയൊരു മീഡിയം തീയിലാണ് വെച്ചിരിക്കുന്നത്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് വെന്ത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. ഇനി ഇതിലേക്ക് ചിക്കൻ ഒന്നുകൂടെ സോഫ്റ്റ് ആക്കാം. നമുക്ക് ബിരിയാണിയല്ലേ, ഒരു നാരങ്ങ, നല്ല ഒരു നാരങ്ങ പിഴിഞ്ഞ് നമുക്കിതിലേക്ക് ചേർക്കാം. നാരങ്ങ നീര് ചേരുമ്പോഴേ ചിക്കൻ ഒന്നുകൂടെ സോഫ്റ്റ് ആവും. നല്ല ഒരു നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് ചേർക്കാം. എന്നിട്ട് ഇതിനെ ഒന്നും കൂടെ ഒരു 5 മിനിറ്റ് നമുക്ക് ഈ മീഡിയം തീയിൽ വെച്ചിട്ട് വേവിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടി ഇളക്കി നമുക്കിതിനെ അടപ്പിൽ നിന്ന് മാറ്റാം. ഒരു 5 മിനിറ്റ് വെച്ചിട്ടേ മാറ്റാമേ. അപ്പോൾ ആ നാരങ്ങയുടെ നീര് നന്നായിട്ട് ചിക്കൻ വെന്ത് നല്ല സോഫ്റ്റായി മാംസം. ഇനി നമുക്കിതിനെ മാറ്റിയിട്ട് ചോറ് വയ്ക്കണം. ചിക്കനെ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം ആവശ്യത്തിന് ഗ്രേവിയുണ്ട്. മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. 1 കിലോ അരിക്ക് ഞാൻ ഈ കുട്ടകത്തിൻ്റെ 3/4 ഭാഗം വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഉപ്പ് വെള്ളത്തിൽ ചേർത്തിട്ട് നോക്കിയാൽ മതി. കാര്യം അരിക്ക് ഇച്ചിരി ഉപ്പ് വെള്ളത്തിന് കൂടുതൽ വേണം. അതിലേക്ക് ഒരു ബേ ലീഫ് ചേർത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് പട്ടയും സ്റ്റാറും ഇട്ടിട്ടുണ്ട്. എല്ലാം വളരെ കുറച്ച് ചേർത്തുള്ള. ഗ്രാമ്പും ഇട്ടു, ഒരു 4-5 ഗ്രാമ്പും ഇട്ടു, ഒരു 4 ഏലക്ക ഇട്ടു. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് തിളയ്ക്കാൻ വയ്ക്കാം. തിളയ്ക്കാൻ വെച്ചാൽ വെട്ടി തിളക്കരുത്, ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം. തിളച്ച് വരുന്ന സമയം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. വെള്ളം നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഞാൻ ഇവിടെ 1 കിലോ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 2 കിലോ ചിക്കൻ 1 കിലോ റൈസ് അങ്ങനെയാണ് എപ്പോഴും വെക്കാറ്. ഈ കൈമ റൈസ് ഒരു 15 മിനിറ്റ് ഞാൻ കഴുകി കൂത്ത് വെച്ചതാണ്. വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കൈമ റൈസ് വെട്ടി തിളക്കിയല്ല, തിളച്ച് വരികയാണ്. അരി ഇട്ട ഉടനെ വെള്ളം തിളയ്ക്കും. ആ പരുവത്തിലാവുന്ന സമയത്താണ് ഞാൻ അരി ചേർക്കുന്നത്. കൈമ റൈസാണ് എപ്പോഴും ബിരിയാണിക്ക് നല്ലത്. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പൊന്ന് നോക്കാം കേട്ടോ. ഉപ്പ് ഇച്ചിരി മുന്നേ, ലേശം മുന്നേ നിൽക്കണം. നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. അരി ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വേവായേ. 3/4 ഭാഗം വെന്തത്. ഈ പരുവാകുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു നാരങ്ങയും കൂടെ ചേർക്കാം. ഒരു നാരങ്ങയുടെ നീര് നന്നായിട്ട് പിഴിഞ്ഞ് ചേർക്കാം. ഇപ്പം നാരങ്ങ നീര് ചേർക്കുന്നത് അരി തമ്മിൽ ഒട്ടിപ്പിടിക്കത്തില്ല. കൈമ റൈസല്ലേ, പെട്ടെന്ന് അങ്ങ് വേകുകയും ചെയ്യും, ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. ഇതാകുമ്പോൾ വെന്ത് തണുത്ത് കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കത്തില്ല അരി. അപ്പോൾ ഒരു നാരങ്ങ നീര് മൊത്തത്തിൽ ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. ഇനി 3/4 വേവായ അരിയാണ്. ഇനി ഇത് കുറച്ചുകൂടെ വെന്താൽ മതിയേ. അതുകൊണ്ട് അരി ഏകദേശം വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഊറ്റിയെടുക്കാം. ഞാനിതിനെ ഒന്ന് കുട്ടയിലേക്ക് ഊറ്റാൻ പോവുകയാണ്. നമ്മുടെ ചിക്കൻ കറി ഇനി നമ്മൾ ദമ്മിടാൻ പോവുകയാണ്. എല്ലാം സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. കുറച്ച് ചിക്കൻ ഞാൻ ഇതിൻ്റെ നീർപ്പക്കത്തിൽ കോരി മാറ്റിയിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക്. നമുക്ക് ദമ്മിടാം. ഇനി മാറ്റിയിട്ട് ബാക്കി ചിക്കൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചോറിടാമേ. നമുക്കൊരു 2 ലെയറായിട്ട് ദം ചെയ്യാം. കുറച്ച് ചോറിട്ട് അതിനെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ എല്ലായിടത്തേക്കും ഇട്ടിട്ട്. ഇനി ഇതിലേക്ക് പുതിനയില, നമ്മൾ മാറ്റി വെച്ച പുതിനയില മല്ലിയിലയും കൂടെ മിക്സ് ചെയ്ത് ഇടാം. ഞാൻ ആ ചിക്കൻ വെച്ച് അതിൽ തന്നെ ദമ്മിടിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ബാക്കി സവാളയുടെ കുറച്ചിടാം. ഇത് നെയ്ക്കകത്ത് മൂപ്പിച്ച നല്ല അണ്ടിപ്പരിപ്പ് മുന്തിരി അതും ഇതിലേക്ക് ആ നെയ്യോടുകൂടി തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു ലെയറും കൂടെ ചോറ് ചെറുതായിട്ടൊന്ന് ഇട്ട് ഒന്നുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ചിക്കൻ കറി നമുക്ക് ബാക്കി എടുത്ത് വെച്ചില്ലേ നമ്മൾ മാറ്റി വെച്ച പകുതി ചിക്കൻ, അതും കൂടെ ഗ്രേവിയോടുകൂടി ഇതിനകത്തേക്ക് ചേർക്കാം. അതും ഇതിലൊരു ലെയർ പോലെ എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക രീതിയിൽ ലെയർ പോലെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പരത്തിയിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് വീണ്ടും ബാക്കിയുള്ള ചോറ് അങ്ങ് തട്ടി കൊടുക്കാം. കൊട്ടയായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തട്ടുന്നത്. നമുക്കിങ്ങനെ തട്ടി അതിനെ നമുക്ക് നന്നായിട്ടങ്ങ് സ്പ്രെഡ് ചെയ്യാം.
നല്ല ചൂട് ചോറാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദമ്മിടുമ്പോൾ ആ മണമെല്ലാം പെട്ടെന്ന് കയറി പിടിക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മല്ലിയില, പുതിനയില, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയില, അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം ആ നെയ്യോടുകൂടി തന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് എല്ലാം അങ്ങ് ചേർക്കാം. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. ഇതാ ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം ആ നെയ്യ് വറുത്ത നെയ്യിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. നെയ്യ് അങ്ങ് ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക്. ഇതെല്ലാം മുഴുവനായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതിനെ ദമ്മിടാൻ വയ്ക്കാം. എന്താ ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ്, ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് മതി. കാരണം ചൂട് ചോറും ചിക്കൻ കറിയല്ലേ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് 5 മിനിറ്റ് മതി. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ദമ്മൊന്ന് പൊട്ടിച്ച് നോക്കാം. ആഹാ, മണം നന്നായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി ഇതിനെ ഒരു സൈഡിൽ നിന്ന് എടുക്കാം. 1 കിലോ അരിക്ക് 2 കിലോ ചിക്കൻ, ഏകദേശം ഇത്രയും ബിരിയാണി വരും. ഒരു 8 പേര് 9 പേർക്കൊക്കെ നല്ല സുഖമായിട്ട് കഴിക്കാം. നമുക്കിതിനെതാ ഒരു പാത്രത്തിലേക്ക് വിളമ്പാം. നല്ല ടേസ്റ്റുള്ള ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. സൂപ്പർ ടേസ്റ്റാണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ദം ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.